ടൈക്കോണ്ടോ ഒരു നോളജ് ഇൻ ദ മൈൻഡ്, ഓണസ്റ്റി ഇൻ ദ ഹാർട്ട്, അങ്ങനത്തെ ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയുടെ ബേസിസിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡിഫിക്കൽറ്റി വരുമ്പോൾ എത്രത്തോളം എൻ്റെ റിലീജിയസ് സ്പിരിച്വൽ പ്രാക്ടീസസ് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ഏതാണ്ട് അതുപോലെ തന്നെ എന്നെ ടൈക്കോണ്ടോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പം ഒരു പ്രാക്ടീസ് സെഷനിൽ പോയി, ഞാൻ നോർമലി ഒരു മൂന്ന് ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം മാറ്റാറുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു കാര്യം, ഒരു ബ്രീതിങ് ഇൻ ആൻഡ് ബ്രീതിങ് ഔട്ട്, ആ ഒരു സ്റ്റാൻസിൽ നിൽക്കുക, അതൊരു ഭയങ്കര മെൻ്റൽ കണ്ടീഷനിങ് ആണ്. ഒന്ന് ബോഡിയുടെ ഫിസിക്കൽ ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അൺഷുവർ ആകുന്നത് നമ്മുടെ ബോഡി ഈ ചുവടുകൾ തെറ്റുക എന്ന് നമ്മൾ പറയത്തില്ലേ, അത് മെറ്റഫോറിക്കലായിട്ട് നമ്മൾ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ അത് ബ്രെയിനിൻ്റെ കണ്ടീഷനിങ്ങും ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്ക് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുമ്പം നമ്മുടെ ബോഡി, ഇപ്പം എൻ്റെ പ്രായം, ഞാനൊക്കെ നല്ല പ്രായമുള്ള സ്റ്റേജിലിരിക്കുകയല്ലേ, അപ്പോൾ ഞാൻ നടക്കുമ്പം എൻ്റെ ബാലൻസ് ഉണ്ടോ, ആ ബാലൻസ് ഇല്ലായ്മയും എൻ്റെ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന എൻ്റെ കപ്പാസിറ്റിയും തമ്മിലൊരു വലിയ കോറിലേഷനുണ്ട്. അതാണല്ലോ നമ്മൾ പറയുന്നത് ഹെൽത്തി മൈൻഡിനെ അങ്ങനെ കൊണ്ട് പറയത്തില്ലേ, ബോഡി എന്നൊക്കെ പറയത്തില്ലേ, അതിന് വലിയൊരു കാരണമുണ്ട്. അതിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഈ റുട്ടീനൊരു ചെറിയൊരു ബ്രീതിങ്ങിനാണ് ആ പോസ്റ്ററിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടും, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു എനിക്ക് ഗുണം ഒരുപാട് ചെയ്തിട്ടുണ്ട്. സമ്മതിക്കണം, ഒരുപാട് വയസ്സായി. ഞാൻ പഠിക്കുന്ന കാലത്ത് കുറച്ച് കോളേജ് യൂണിയൻ ആക്ടിവിറ്റി ഉണ്ട്, അന്ന് തുടങ്ങിയ ഒരു പാഷനാണ് ഈ മാർഷൽ ആർട്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടൈക്കോണ്ടോയിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് ഡാൻ കിട്ടി. ഇനിയിപ്പം ഇത് റിട്ടയർ ചെയ്തിട്ട് വേണം തേർഡ് ഡാൻ അവർ തരുമെന്ന് നോക്കാനായിട്ട്. എനിക്ക് ഐ എൻജോയ് ദിസ് റണ്ണിങ്. ഇപ്പോൾ വളരെയധികം ഞാനൊരു അത്ലീറ്റ് അല്ല, പിന്നെ ഐ സർട്ടൻലി ഐ ഡോണ്ട് ക്ലെയിം ടു ബി എൻ അത്ലീറ്റ്, ബട്ട് എനിക്ക് ഈ ലോങ് എൻഡ്യൂറൻസ് സ്പോർട്സിനോടൊരു ഭ്രമമായിരുന്നു പണ്ടേ. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഒരുപാട് അവേഴ്സ് ഇങ്ങനെ ഈ എൻഡ്യൂറൻസ് സ്പോർട്സിൽ പോകാൻ താല്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു അത്ലറ്റിക് ഫിസിക്കിലേക്കൊന്നും ഞാൻ ബിൽഡ് ചെയ്തൊന്നും എടുത്തിട്ടില്ല എൻ്റെ സ്വയം. പക്ഷേ എനിക്ക് ഈ എൻഡ്യൂറൻസ് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കയറിയൊരു ഭ്രമമാണ് കുറച്ച് ബോക്സിങ് ആവുന്ന കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടൈക്കോണ്ടോയിലാണ് കുറേ വർഷമായിട്ട്. സിവിൽ സർവീസസിന്റെ ഒരു 3 പില്ലറായിട്ട് ഇന്റഗ്രിറ്റി, അനോണിമിറ്റി, ന്യൂട്രാലിറ്റി. അതെ, ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ള കേഡറിലുള്ള പല ഓഫീസേഴ്സിനെ നോക്കിയാൽ അവർ പലരും സോഷ്യൽ മീഡിയ സ്റ്റാർസ് ആണ്. ഈ അനോണിമിറ്റി എന്നുള്ളത് ഒരു കേട്ടിട്ടേ ഉള്ളതായിട്ട് തോന്നാറില്ല. ശരിയാ പറഞ്ഞത്. ഇതിനകത്ത് ഒരു ചെറിയ പ്രവണത വരുന്നുണ്ട്, അതായത് മീഡിയയിൽ എക്സ്പോസ് ചെയ്യുക. അപ്പം പിന്നെ സ്വയം ഞാനും ചോദിക്കേണ്ടത്, ഞാനിപ്പം മീഡിയയിൽ വരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 2017 ഞാൻ റിട്ടയർ ചെയ്ത ഒരു ഓഫീസറാണ്. ഇപ്പം ഉദാഹരണത്തിന് 2017 മുൻപാണ് എൻ്റെ അടുക്കൽ ഈ സഹാറ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കമൻറ്റ് ചെയ്ത പല വിഷയത്തിനെക്കുറിച്ചോ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് മറുപടി പോലും എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു ചിന്ത വന്നിരിക്കുന്നത്, ഈ അനോണിമിറ്റി സാക്രിഫൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനോണിമിറ്റി എന്ന് പറയുന്നത് ബൈ വെർച്യൂ ഓഫ് ഒരു വലിയൊരു സാക്രോസാങ്ക്ട് പ്രിൻസിപ്പിൾ എന്നല്ല. പക്ഷേ അനോണിമിറ്റി, ഇത് പഴയ മാനുവലിൽ ഇത് എഴുതി വെക്കുമ്പം അനോണിമിറ്റി നമുക്കൊരു ഡിഫെൻസാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനോണിമിറ്റി നമുക്കൊരു സ്വയം ഒരു ഡിഫെൻസാണ്. ബിക്കോസ് നമ്മൾ എക്സ്പോസ്ഡ് അല്ല, അതേസമയം തന്നെ നമ്മളാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അനോണിമിറ്റി ഈസ് നോട്ട് ആൻ അബ്നിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. അത് നമ്മളത് അബ്ഡിക്കേറ്റ് ചെയ്യുകയല്ല. അബ്ഡിക്കേറ്റ് ചെയ്യാതെ തന്നെ റെസ്പോൺസിബിളായിട്ട് പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ബ്യൂറോക്രാറ്റ് എടുക്കുന്ന ഡിസിഷൻ ആരാ ശരിക്കും എടുക്കുന്നത്? ഞാൻ ഇവിടെ എടുക്കുന്ന ഓരോ ഡിസിഷൻ്റെയും പിന്നിൽ ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൻ്റെ അവരുടെ ഇച്ഛാശക്തി ഇല്ലേ അതിന് പിന്നിൽ? ഇപ്പോൾ കിഫ്ബിയിൽ നേരത്തെ ചോദിച്ചില്ലേ, അത് കിഫ്ബിയുടെ സ്ട്രക്ചറിനെ കുറിച്ച്. കിഫ്ബിയിൽ ഏത് പ്രോജക്റ്റാണ് കിഫ്ബി CEO ഇരുന്നിട്ട് എന്നാൽ ഇതായിക്കളയാം എന്ന് പറയുന്നത്? കഴിയത്തില്ല. എനിക്ക് അറ്റ് ബെസ്റ്റ് ഈ എമൗണ്ട് ഒന്ന് കൂട്ടിയിട്ട് റാറ്റിഫിക്കേഷന് പിന്നെ പോയാൽ പോരെ എന്നുള്ള സ്വാതന്ത്ര്യമല്ലേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അനോണിമിറ്റി ആ പ്രിൻസിപ്പിൾ അതിനെതിരാണ്. ഞാൻ ആണ് അത് ചെയ്യുന്നത്, ഞാനാണ് കിഫ്ബി, ഞാനാണ് ഈ പ്രോജക്ട്സിൻ്റെ എല്ലാം
മസ്തിഷ്കം, ഞാനാണ് അതിൻ്റെ ബുദ്ധി സ്രോതസ് എന്ന് ഞാൻ വരുത്തി തീർക്കുന്നതിനുള്ളൊരു അപകടമാണ് ഈ അനോണിമിറ്റിയിൽ വെക്കുന്നത്. ഇപ്പം കിഫ്ബിയുടെ ഒരുപാട് സംസാരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ ലാസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ 3 പില്ലേഴ്സിൽ ഞാനത് മാനവ വികസനം പറഞ്ഞു, സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പറഞ്ഞു, മൂന്നാമത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഉണ്ട്. നമുക്കിപ്പോൾ കിഫ്ബി വഴി വരുന്ന എന്തൊരു മഹത്തായ പ്രോജക്ട്സാണ് ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ. 10 വർഷത്തിനകം നമുക്ക് മാഹി വരെ ടച്ച് ചെയ്യാൻ പറ്റും. ഇവിടുന്നൊരു വള്ളം എടുത്താൽ അവിടെ എത്താൻ പറ്റും. എന്തായിരിക്കും വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ കോൺട്രിബ്യൂഷൻ? കോസ്റ്റൽ ഹൈവേ വരുന്നു, 200ഓളം കിലോമീറ്ററിൻ്റെ DPR വരുന്ന ബോർഡിലേക്ക് പോകാനായിട്ട് സജ്ജമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും അപ്പം നമുക്ക് കോസ്റ്റ് കവർ ചെയ്തു, വെസ്റ്റ് കോസ്റ്റ് കനാൽ കവർ ചെയ്തു. ഹിൽ ഹൈവേ 1-2 കൊല്ലത്തിനകത്ത് 100% പൂർത്തിയാവും, അത് വരുന്നു. MC റോഡിൻ്റെ എക്സ്പാൻഷൻ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ച് വെച്ചത്, അത് നമ്മളിപ്പം തുടങ്ങുകയാണ്. കൊല്ലം ചെങ്കോട്ടയുടെ റോഡിൻ്റെ എക്സ്പാൻഷനും ആലോചനകളും വരുവാണ്. ഇതൊക്കെ 5-10 കൊല്ലം എടുക്കും. ഞാൻ പറഞ്ഞ ഇത് കൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ പ്രോജക്റ്റിൻ്റെ 4/1 ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ഏതാണ്ട് 6000 കോടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗഡ്കരി സാറുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം കൊടുക്കുകയാണ്. അപ്പോൾ ഈ വലിയ 4 പ്രോജക്ട്സും വരികയാണ്. അപ്പോൾ ഈ പ്രോജക്ട്സ് എല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സ് അല്ലേ, ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സ്. അതെടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ അനോണിമിറ്റി സാക്രിഫൈസ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ആ ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പിന്നിലെ സ്രോതസ് എന്ന് പറയുന്നത് ഒന്ന് ധാർമ്മികമായിട്ട് ശരിയല്ല, പിന്നെ അത് വാസ്തവമല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഈ അനോണിമിറ്റി. ചിലപ്പോൾ അത് ഒന്ന് സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രീതി വന്നിട്ടുണ്ട്, ചിലർക്ക് മാത്രം. ഒരു വലിയ നമ്പർ അല്ല കേട്ടോ, പക്ഷേ വളരെ ചെറിയ ഒരു രീതിയിൽ ആ ഒരു സാധ്യത, ആ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗവൺമെന്റ് ഇപ്പൊ ഒരു ഹ്യൂമൻഗസ് വെൽഫെയർ മെഷേഴ്സ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമെന്നാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇത് ആസ് എ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആണ് ഈ ചോദ്യം വരുന്നത്. ഗവൺമെന്റിന് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതെല്ലാം ഇതിനകത്ത് ഒരു നല്ല പങ്കുവരെയും നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സാണ്. അപ്പോൾ ഈ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണ്ടേ? അപ്പം അതുകൊണ്ട് ഈ അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കാലവും നമ്മൾ ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നതിനൊരു ഫൈനാൻസിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അതാണെന്ന് ബഹുമാനപ്പെട്ട ബാലഗോപാൽ സാർ ഇന്ന് പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് എൻ എക്സ്പെൻഡിച്ചർ ദറ്റ് വിൽ ബി ഏബിൾ ടു സസ്റ്റെയിൻ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഇന്നത്തെ പേപ്പറിലെ വാർത്തകളുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടാണ്. പിന്നെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് പോലെയാണ്. ആ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഇസ് എ ഫൈൻ ആർട്ട്. അതിൽ നമുക്ക് ഇപ്പോൾ 5 രൂപ ഇന്ന്, സപ്പോസ് ഇഫ് ഐ ഹാവ് ടു ഗിവ് യു 5 രൂപ ആൻഡ് ഐ ഹാവ് ടു ഗിവ് ഹിം 10 rupees. എൻ്റെ കയ്യിൽ ആ കൂടെ 6 രൂപയെ ഉള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ടോക്ക് ടു യു ആൻഡ് സേ 3 രൂപ ഇപ്പോൾ എടുക്കുക, ഞാൻ അവിടെ പോയിട്ട് പറയും 4 രൂപ എടുക്കുക. ഇങ്ങനെയാണല്ലോ ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ആംബിറ്റിനകത്ത് ഇത് അവർ കൊണ്ടുവന്ന് അത് വൃത്തിയായിട്ട് ഇത് ചെയ്യും. അതുകൊണ്ട് ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്ത് ഈ ഈവൻ ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വല്ലാത്ത റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ സുപ്രീം കോടതിയുടെ കേസിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട്. പക്ഷേ ഫിസിക്കൽ സ്ട്രെസ്സിനകത്ത് നിന്നുകൊണ്ട് ഒപ്റ്റിമമായിട്ട് ചെയ്യുക. അത് എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു കൺട്രോളും സ്മൂത്തനിങ്ങും വേണം. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചർ റീഷെഡ്യൂൾ ചെയ്യണം. അതുപോലെ റവന്യൂ ഏർണിംഗ് മാർഗ്ഗങ്ങൾ മാക്സിമം ടാപ്പ് ചെയ്യാൻ നോക്കണം. അങ്ങനെ അത് മാനേജ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഞാനതൊരു ഫ്രീ ബീസിന് സമാനമായ തരത്തിൽ ഈ ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുക, ഒരുപാട് അതല്ല, ഞാൻ ഒരു കാര്യം ഞാൻ അതിനോടൊരു ആദ്യം ആ ഫ്രീ ബീസ് എന്നുള്ളതിനോട് ഞാനൊരു വിയോജിപ്പ് പറയട്ടെ. എൻ്റെ വിശ്വാസം നമ്മളിപ്പോൾ ഏറ്റവും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് മോഡൽ ഓഫ് ഹാപ്പിനെസ് ഇല്ലേ, ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും കൂടി നിൽക്കുന്ന സ്ഥലം. ഈ ഒരു വാക്ക് അവിടുത്തെ കോണ്ടെക്സ്റ്റിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫ്രീ ബീസ് അല്ലേ അവർ മൊത്തം കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീ ബീസ് കൊടുക്കുന്നതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈയിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ കണ്ടുമുട്ടാറുള്ള ഒരു വഴിയരിവിലൊരു ഒരു യാചിക്കുന്ന അല്ലെങ്കിൽ പണം ആവശ്യപ്പെടുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പോൾ അവർ ഡയാലിസിസിന് പോകാനായിട്ട് പോവുക. ഇന്നലെ ഇപ്പോൾ അഡ്മിറ്റഡായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഇപ്പം ഞാൻ ആരാന്നൊന്നും അവർക്കറിയത്തില്ല, ഇങ്ങനെ സർക്കാരിൽ വർക്ക് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു, ഇങ്ങനെ കേൾക്കുന്നു 1600 രൂപ കൂട്ടാൻ പോവുകയാണെന്ന്. ഈ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം 2000 രൂപ ആണെന്ന് ഇപ്പം കേട്ടു. അവർക്ക് പത്രമൊന്നും വായിക്കാൻ അത്ര അറിവുള്ളതല്ല. അതിന് ശേഷമാണ് ഞാൻ സർജറിക്ക് പോകാൻ പോണത് പറയുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫ്രീ ബി എന്ന് വിളിച്ചിട്ട് അതിനെ ഞാൻ ഫ്രീ ബി എന്ന് അതിനല്ല ഉദ്ദേശിച്ചത്. പറഞ്ഞ ഈ
31 ലക്ഷം വനിതകൾക്ക് ഇത് കൊടുക്കുകയാണ്, പെൻഷൻ കൊടുക്കുകയാണ് 35-60 വയസ്സിനിടയിൽ. അപ്പൊ അതിനെയൊക്കെ ഗവൺമെന്റ് എന്ത് പറഞ്ഞാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ ഡിസിഷൻ. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. ബട്ട് നമ്മൾ ഫൈനലി പറഞ്ഞ നമ്മൾ ഒരു ഏറ്റവും കൂടുതലായിട്ട് എക്കണോമിയിൽ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റോൾ അവരുടെ ഹൗസ് ഹോൾഡ് മാനേജ് ചെയ്യുന്ന കാര്യം മുതലെല്ലാം നമ്മൾ അവരുടെ കയ്യിലല്ലേ 1000 rupees വെച്ച് എത്തിക്കുന്നത്. നമ്മൾ മനസ്സിലായില്ലേ? അതിന് നമുക്ക് അങ്ങനെ ഫ്രീ ബി എന്ന് പറഞ്ഞു വേണമെങ്കിൽ അതിനെ ചെറുതായിട്ട് കാണാം. പക്ഷെ അത് ഫ്രീ ബി അല്ല. അത് ഞാൻ നോക്കുന്നത് അതൊരു എക്കണോമിക് എംപവർമെൻറ്റ് ഓഫ് ദാറ്റ് ഫാമിലിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ആൾക്കാർ പറയും ഈ 1000 രൂപ അവിടുത്തെ പുരുഷന് കൊടുത്തിരുന്നെങ്കിൽ അത് എത്രമാത്രം വീട്ടിലേക്ക് യൂട്ടിലൈസ്ഡ് ആവുമോ അതിനേക്കാട്ടിലും കൂടുതൽ ഈ ഒരു കാരണം ആ അമ്മ അല്ലെങ്കിൽ ആ സഹോദരി ആ 1000 രൂപ എടുത്തിട്ട് ഷീ വിൽ സ്പെൻഡ് ഇറ്റ് വൈസ്ലി ഓൺ ഹെർ ദ ഫാമിലി ആൻഡ് ദ ചിൽഡ്രൻ. പുരുഷന്മാർ ചെയ്യത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചെയ്യും. അപ്പോൾ അതിന് നമ്മളങ്ങനെ ഫ്രീ ബി ആയിട്ട് കാണേണ്ട കാര്യമില്ല. അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിമൻ എംപവർമെൻറ്റ് ഒരു പ്രൊക്ലെയിംഡ് ഒബ്ജക്റ്റീവ് ആണല്ലോ. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഒരു പ്രൊക്ലെയിംഡ് ഒബ്ജക്റ്റീവ് ആണല്ലോ. ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം വി ആർ എംപവറിങ് ദാറ്റ് മണി. പിന്നെ ഈ ദിസ് മണി ഈസ് ഗോയിങ് ടു കം ബാക്ക് ബൈ വേ ഓഫ് ദിസ്. അതായത് ഈവൻ ഫോർ റവന്യൂ എക്സ്പെൻഡിച്ചർ there is a certain multiplier effect. It is not as high as നേരത്തെ ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് ഇറ്റ്സ് ഗോയിങ് ടു കം ബാക്ക് ടു ദി എക്കോണമി ബൈ എംപവറിങ് ഹർ. അപ്പോൾ അങ്ങനെ ഫ്രീ ബീസ് അല്ല. പിന്നെ സസ്റ്റൈനബിലിറ്റി ഐ തിങ്ക് ഗവൺമെൻറ് വിൽ ഹാവ് ടു മാനേജ് ദി അവൈലബിൾ റിസോഴ്സ് എൻവലപ്പ് ആൻഡ് ഡു ഇറ്റ്. അതാണ് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ഇന്ന് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. കിഫ്ബിയുടെ റവന്യൂ ജനറേറ്റിംഗ് പ്രോജക്ട്സിനെ കുറിച്ചൊന്നും പറയാമോ? ബിക്കോസ് അത് കിഫ്ബിയുടെ ഒരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് അത് ഭയങ്കര ക്രൂഷ്യലാണ്. ദാറ്റ്സ് ആൻ എക്സെപ്ഷൻ, വെരി പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 20% മിക്സ് ഉണ്ട്. അത് കിഫ്ബിയുടേത് റവന്യൂ ഏർണിംഗ് ആണ്. ഉദാഹരണം പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ പാർക്സ് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിന് ചെയ്ത ട്രാൻസ്ഗ്രിഡ് പ്രോജക്റ്റ് അവർ അടയ്ക്കുന്നു. അവർക്ക് പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ കോസ്റ്റിന് സേവ് ചെയ്യുന്നു. അവർ ആ സേവിങ് കണക്ക് കൂട്ടിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് റീപേ ചെയ്യുന്നു. അങ്ങനെ കുറേയധികം പ്രോജക്ട്സ് നമുക്കുണ്ട്. പക്ഷേ അത് 20% ഓഫ് ദ ടോട്ടൽ പോർട്ട്ഫോളിയോ ഉള്ളൂ. നമ്മൾ വലിയ താമസമില്ലാതെ, അതായത് ഇപ്പം അനൗൺസ് ചെയ്ത പ്രോജക്ട്സ് എല്ലാം കൂടെ നോക്കുമ്പോൾ നമ്മളൊരു 1+ പുറത്ത് പോയി നിൽക്കും. നമ്മുടെ ടോട്ടൽ 1 lakh crores പുറത്ത് പോയി നിൽക്കും. ഇതിലൊരു 20% ഇതുള്ളൂ. പക്ഷേങ്കിൽ കിഫ്ബിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചില്ലേ, കിഫ്ബിയുടെ ഫ്യൂച്ചർ ഇനിയും വരുന്നത് ഇതുപോലത്തെ റവന്യൂ ഏർണിംഗ് പ്രോജക്ട്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന റിക്കമെൻഡേഷനും അതാണ്. കിഫ്ബി ബഡ്ജറ്റിൻ്റെ ഈ പറഞ്ഞ ഏലത്തിൻ്റെ ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോജക്ട്സ് എല്ലാം തന്നെ ഇതുപോലെ കൊമേർഷ്യൽ പ്രോജക്ട്സ് ആയിരിക്കണം. ആ ഒരു ആലോചന നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ 1290 പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്പർ അല്ലല്ലോ. ഈ 1290 പ്രോജക്ട്സ് തീർത്ത് ഞാൻ ഈ പറയുന്ന അടുത്ത തലമുറയ്ക്കുള്ള ഒരു വലിയൊരു ഒരു സംഭാവന ഈ സർക്കാർ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ലെവലിൽ ചിന്തിക്കേണ്ടത് അങ്ങനത്തുള്ള പ്രോജക്ട്സാണ്. കൊളാബറേറ്റീവായിട്ട് പിന്നെ പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനോടുകൂടി അല്ലെങ്കിൽ പിന്നെ റവന്യൂ ഏർണിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് എങ്ങനെ നമുക്ക് കൂട്ടി എടുക്കാൻ പറ്റും. അത് എളുപ്പം ഒരു മാർഗം ഇൻഡസ്ട്രിയൽ പാർക്സ് പോലെയാണ്. പക്ഷേ അതല്ലാതെ ഒരുപാട് പ്രോജക്ട്സ് നമുക്ക് ടോള് പറഞ്ഞിരുന്നു. ടോളിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ പ്രോജക്ട്സ് നമ്മൾ ടോളിൽ എടുത്തിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഭാവി ആ ലെവലിലേക്ക് അന്ന് ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെ നയിക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.